ഇതാണ്ട അവിടെ മുഴുവൻ മാങ്ങയാണ് കണ്ടോ. ഇവിടെയൊക്കെ ഇതെന്ത് മാങ്ങണത്, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഒന്നും പിടുത്തം കിട്ടില്ലല്ലോ. എന്തോ ഒരു മാങ്ങ, മൊത്തം മാങ്ങയാണ്. നമ്മുടെ വണ്ടിയിൽ ഡ്രൈവറൊക്കെ ഉണ്ട്. എവിടെയൊക്കെ മാങ്ങ കൂട്ടിയിട്ടിരിക്കണ എവിടെയൊക്കെ ഉണ്ട് കണ്ടോ. പലതരം മാങ്ങ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കൂട്ടിയിട്ടുണ്ട്. പലതരം മാങ്ങകളുടെ കളക്ഷനാണ് ഗൈസ്. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിന്ന് ഏതാണോ കയറ്റാൻ പോണത്. കമ്പനി ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതൊന്നും അറിയില്ല. ഇതാണോ അവിടെ വേറൊരു തരം, ഇവിടെ വേറൊരു തരം, ഈ സെക്ഷൻ വേറെ, ആ സെക്ഷൻ വേറെ, അങ്ങനെ മൊത്തം ഓരോ സെക്ഷൻ വേറെ 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 ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ലോഡ് കയറ്റണപ്പോൾ ആണിപ്പോൾ നമ്മുടെ പരിപാടി ആണോ. അപ്പോൾ ഇത് ചിന്താമണിയിലാണ്. ചിന്താമണിയിലെ ശ്രീനിവാസപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കണ്ടാ ഇഷ്ടം പോലെ മാങ്ങ. സമയം ഇപ്പൊ രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ മാങ്ങ കൂട്ടിയിട്ടുണ്ട്. വലിയ മാർക്കറ്റാണ് ഇത്. ആന്ധ്രയും അതേപോലെ തന്നെ കർണാടകേൻ്റെയും ബോർഡർ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ടത്. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ മാങ്ങയൊക്കെ എടുക്കാൻ വേണ്ടി വരിക. നമ്മുടെ കേരളത്തിലേക്ക് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. ഇതാണ്ട പലതരം മാങ്ങകളാണ്. ഇത് കുറച്ച് വലിയ സൈസ്, ഇത് കുറച്ച് ചെറിയ സൈസ്, പിന്നെ അപ്പുറത്ത് ഇവിടെ അങ്ങനെ ഓരോരോ മാങ്ങകൾ തരംതിരിച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട അവിടെ ട്രേ ഒക്കെ ആക്കി വെച്ചിരിക്കണം. ഇതൊക്കെ ലോഡ് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആ ലോഡ് കയറ്റാനുള്ള ട്രേ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല, ഇത് കുറേ ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ. നല്ല വലിയൊരു മാർക്കറ്റാണ്. ഇതിൻ്റെ ഒരുപാട് കാണാനുണ്ട്. ഇത് നമുക്ക് ലോഡ് കയറ്റാനുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് ആ ഒരു ബിൽഡിങ്ങും ഈ ഒരു ബിൽഡിങ്ങും. ഇത് രണ്ടും കൂടാണ്ട് തന്നെ കുറേ ബിൽഡിങ്ങുകൾ വേറെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബിൽഡിങ്, അതായത് മാങ്ങത്തോട്ടമല്ല, മാങ്ങൻ്റെ ഗോഡൗണും അതേപോലെ തന്നെ ഹോട്ടല്, പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയുണ്ട്, ബേക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് കയറി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവിടെ എപ്പോഴും ഉള്ളതല്ല. ഇതൊരു സീസണിൽ മാത്രം ഉണ്ടാകുന്ന ആ ഒരു മാർക്കറ്റാണ് കേട്ടോ. കാരണം അവിടെ അങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇത് അവിടെയോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ കൂട്ടിയിട്ടിരിക്കണതിലൊക്കെ ഓരോരോ പേരുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാത്രിയാണ് കച്ചവടം. പകലൊന്നും ഇവിടെ കച്ചവടം ഇല്ല. രാത്രിയാണ് ഇവിടെ ഫുള്ള് കച്ചവടം കേട്ടോ. അവിടെയൊക്കെ മാങ്ങകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒക്കെ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഞാൻ ഒരെണ്ണടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ട, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി മാങ്ങയാണെന്ന്. ഞാൻ ഇതിൽ നിന്നാണോ ഇത് രണ്ടും ഒരേ തന്നെ അല്ലേ? വേറെ ഒന്ന് കഴിച്ചു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അതാണ്ടോ ഇത് ആയിട്ടുണ്ട് കേട്ടോ, പഴുപ്പായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്നും കൂടി കഴിക്കാം. നമ്മുടെ വണ്ടിയിൽ നിന്ന് ട്രേ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്തേ വണ്ടിയിൽ നിന്ന് ഇറക്കണ ട്രേ കറക്റ്റായി നോക്കിയില്ല പറഞ്ഞാൽ അത് പോയി കിട്ടും. അത് ഉറപ്പായിട്ടും പോവും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കള്ളന്മാരും കൂടുതലാണ്. ഇവിടുത്തെ മുതലാളിമാർ അറിയാണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ട്രേനെയൊക്കെ അങ്ങോട്ടൊക്കെ മറിക്കുക. അപ്പം നമ്മൾ നോക്കി നിന്നിട്ടില്ല പറഞ്ഞാൽ അവൻ്റെ ട്രേ പോയി കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ട് കണ്ടാ. ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ട്രേ ഇറക്കി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ. ഈ ട്രേ മുഴുവൻ നമ്മുടെ കയ്യിൽ ഇറക്കിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാത്രിയാണ് ഇനിയിപ്പോൾ നമുക്ക് ലോഡാകുക. കണ്ടില്ലേ, ഈ ട്രേയിൽ മുഴുവൻ നമുക്ക് നാളെ രാത്രി ലോഡാക്കി തരട്ടെ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുക തന്നെ, വണ്ടി ഇട്ടിട്ട് വണ്ടിയുടെ ഉള്ളിൽ തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക തന്നെ. നാളെ പകലൊന്നും ഇവിടെ അധികം ആരും ഉണ്ടാവില്ല. പകലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക തന്നെ.
വേറെ വഴിയൊന്നുമില്ല. വേണ്ട, തൊട്ടപ്പുറത്ത് വേറെ ഗോഡൗണാണ്. ഈ കാണുന്നത് ഒരു ഓണറിൻ്റെ, ഈ കാണുന്ന ഇത് ഒരു ഓണറിൻ്റെ, ഇതിൻ്റെ അപ്പുറത്തുള്ളത് വേറൊരു ഓണറിൻ്റെ. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അവിടെ കുറേ മാങ്ങ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ, അവിടെയും കുറേ കൂട്ടിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ട്രേ മാറ്റിയിരിക്കണം കേട്ടോ. ഇത് നമുക്ക് മുന്തിരിക്ക് കൊടുക്കാനുള്ള ട്രേ ആണ് കേട്ടോ. ഇത് ഇവിടെ വയ്ക്കും, എന്നിട്ട് അടുത്തൊരു ദിവസം നമ്മുടെ കമ്പനി വണ്ടി തന്നെ വരുന്ന സമയത്ത് അതിൽ കയറ്റിട്ട് മുന്തിരി കയറ്റാൻ വേണ്ടി കൊടുത്തു കൊടുക്കും കേട്ടോ. ഇതൊക്കെയാണ് മറ്റേ ഇവിടെ എന്താ സ്ഥലപ്പേര്, ചിന്താമണി അല്ല, ശ്രീനിവാസപുരം എന്നാണ് ഇവിടേക്ക് പറയുക. ഇതാണ്ടാ ഇങ്ങനെയുള്ള ചെറിയ വണ്ടികളിൽ നിന്ന്, ഈ ചെറിയ വണ്ടികളിൽ തോട്ടത്തിൽ നിന്ന് മാങ്ങ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇതേപോലത്തെ ചെറുവണ്ടിയിലാണ് തോട്ടത്തിൽ നിന്ന് മാങ്ങ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ടാണ് അതിനെ തരംതിരിച്ചിട്ട് ട്രയലാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് കയറ്റി വിടണം, അതായത് വണ്ടികളിൽ കയറ്റി വിടണം കേട്ടോ. ആണോ, ഭയങ്കര സെറ്റപ്പാണത്, അടിപൊളിയാണ്, നല്ല രസമാണ്. രാത്രി ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ടാവും, പക്ഷെ പകല ആള് ഭയങ്കര കുറവ്. ഇത് വേറെ മാങ്ങാന്ന് അറിയില്ല കേട്ടോ, നല്ല മധുരമുണ്ട്, സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ടാറ്റാ. നമുക്ക് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അതുവരെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.